പറയും നായകൻ നീ. പലരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി നിറയുന്നു നീ. നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി. തൊഴിലാളികളുണ്ട്. വി കൃഷ്ണപിള്ള PS അച്യുതാനന്ദനെ സമരമുഖത്തേക്ക് പറഞ്ഞയക്കുന്നത് ആദ്യമായിട്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു 5 രൂപ പോക്കറ്റിലിട്ട് കൊടുത്ത് കർഷക തൊഴിലാളികൾക്കിടയിൽ പോയി പ്രവർത്തിക്കാൻ ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ വിടുമ്പോൾ, കുട്ടനാട്ടിലേക്ക് അദ്ദേഹത്തെ വിടുമ്പോൾ ആ P കൃഷ്ണപിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. ആ പോരാട്ടം തുടങ്ങി വെച്ചപ്പോൾ അദ്ദേഹം എവിടെയും മാർക്സിസം പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസം പറഞ്ഞിട്ടില്ല, വൈരുദ്ധ്യാത്മ ഭൗതികവാദം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ ആവലാതികളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാനുള്ള പോരാട്ടവുമായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജീവനുള്ള സജീവമായ ജനകീയ നേതാവായി മാറിയത് എന്നുള്ളതാണ്. പാർട്ടി ക്ലാസ്സിൽ VS അച്യുതാനന്ദൻ അന്ന് കൃഷ്ണപിള്ള VSനെ കുറിച്ച് പറഞ്ഞത് ഇവനിൽ തീപ്പൊരിയുണ്ട്, ഇവൻ തീ പടർത്തുമെന്നതാണ്. അക്ഷരാർത്ഥത്തിൽ VS തീ പടർത്തുക തന്നെ ചെയ്തു. 17 വയസ്സ്, അതെ 17 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അയക്കുകയാണ് കൃഷ്ണപിള്ള. അപ്പോൾ അത്രയും വിശ്വാസം VS അച്യുതാനന്ദനിലുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ടാണ് VS അച്യുതാനന്ദനെ തെരഞ്ഞുപിടിച്ചെത്തി കൃഷ്ണപിള്ള ആവശ്യപ്പെടുന്നത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകാൻ. പിന്നീട് VS സ്വന്തം സഹോദരനോട് ചോദിച്ച് അനുമതി വാങ്ങിയ ശേഷമാണ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടം നോക്കൂ, VS എവിടെയാണ് ജീവിച്ചത്? ഭൂരിഭാഗം സമയവും ഒളിവിലായിരുന്നു. VS ആകെ ഒരു ജുബ്ബയും ഒരു മുണ്ടും ഒരു തോർത്തും കൊണ്ടാണ് VS ഇറങ്ങുന്നത്. പലപ്പോഴും ഏതെങ്കിലും വീടുകളിൽ അഭയം തേടി അവിടെ കിടന്ന് ഒളിവിൽ കിടന്ന് അതിരാവിലെ എണീറ്റ് ഏതെങ്കിലും കുളത്തിൽ പോയി കുളിച്ച് ആ തുണിയൊക്കെ കഴുകി ഉണക്കി അതും വിട്ട് വീണ്ടും തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. കർഷക കൃഷിപ്പാടങ്ങളിലെ പന്തകളിൽ താമസിച്ചാണ് VSന്റെ പ്രവർത്തനം നടത്തിയത്. അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് VS ഇത്രയും വലിയ ഒരു വീരവണക്കം, വലിയൊരു യാത്രയയപ്പ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ നൽകുന്നു. കർക്കശക്കാരനായ ഒരു രാഷ്ട്രീയക്കാരാണ്. നേരത്തെ സില്ലു പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം വ്യക്തിബന്ധങ്ങളിൽ സൂക്ഷിച്ച ഒരു ആർദ്രതയുണ്ട്. ഓരോ വ്യക്തികളോടും, അത് രാഷ്ട്രീയത്തിനപ്പുറത്ത്, സംഘടനാ പ്രശ്നങ്ങൾക്കപ്പുറത്ത് ആ വ്യക്തിബന്ധങ്ങളെ മുറുകെ പിടിക്കാൻ അദ്ദേഹം വലിയ ഒരു ഔത്സുക്യം കാണിച്ചിരുന്നു. കാരണം KR ഗൗരിയമ്മ പാർട്ടിയിൽ സംഘടനാപരമായി നടപടിക്ക് വിധേയമാവുന്നതിന് തൊട്ട് മുമ്പ് VS KR ഗൗരിയമ്മയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പാർട്ടി ചോദിക്കുന്ന വിശദീകരണം കൊടുക്കണം, ആ വിശദീകരണം കൊടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ആ അറിയിപ്പ് പക്ഷേ KR ഗൗരിയമ്മ കൊടുത്തില്ല. പക്ഷെ പാർട്ടി നടപടിയെടുത്ത ശേഷം VS ഗൗരിയമ്മയെ കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോയ സമയത്ത് ഗൗരിയമ്മ കാണാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഗൗരിയമ്മ പറയുന്നത് എനിക്ക് എൻ്റെ വഴി VSന്റെ വഴി എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഗൗരിയമ്മയുടെ അവസാന കാലത്ത് VS വീണ്ടും പോകുന്നുണ്ട്. MV രാഘവനുമായി ഏറ്റുമുട്ടിയതാണ് ബദൽ രാഘവയുടെ പേരിൽ. പക്ഷേ MV രാഘവൻ അവസാനം ആശുപത്രി പാർട്ടിയിൽ വലിയ തോതിൽ വിമർശനം വെച്ചിരുന്ന ആളാണ്. ബെർലിൻ കുഞ്ഞനന്ദിന്റെ അവസാന കാലത്ത് പോയി കാണുന്നുണ്ട്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ വില കൊടുത്തിരുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് വലിയ മൂല്യം കൽപ്പിച്ചിരുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. നോക്കൂ രഞ്ജിത്ത്, VSനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടി എന്നത് കഴിഞ്ഞേയുള്ളൂ VSന് മറ്റെന്തും. ഒരുപാട് നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുതിയ അധികാര സ്ഥാനങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി വിട്ട് മറ്റ് പാർട്ടികൾ രൂപീകരിച്ചിട്ടുണ്ട്. MV രാഘവനെ പോലുള്ള ആളുകളൊക്കെ തന്നെ. VSനെതിരെ നടപടിയെടുത്തിട്ട് VS അന്ന് നൽകിയ ഒരു പ്രതികരണം എന്താണ്? ഞങ്ങളുടെ പാർട്ടി എന്നത് രക്ഷിതാക്കളെ പോലെയാണ്, ഇതൊരു കറക്ഷൻ മെഷേഴ്സാണ്, ഞങ്ങളെ തിരുത്താൻ പാർട്ടി ഒരു തീരുമാനമെടുത്തിരിക്കും, അത് അംഗീകരിക്കുന്നുവെന്നാണ്. പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ VS നിന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അതാണ് VS അച്യുതാനന്ദനെ വ്യത്യസ്തനാക്കുന്നത്. പാർട്ടിയാണ് VSന് ഉണ്ടായിട്ടുണ്ട്. 91-ൽ രസകരമായുള്ള ഒരു കഥ പറഞ്ഞാൽ
ഭാര്യ വീട്ടിൽ കൊണ്ടാക്കി വി എസ് പാർട്ടി പ്രവർത്തനത്തിനായി ഇറങ്ങി. അതാണ് വി എസ്. പാർട്ടിയാണ് വി എസിന്. പാർട്ടി കഴിഞ്ഞാൽ മറ്റെന്തുമുള്ളൂ വി എസിന്. അതുകൊണ്ട് പാർട്ടിയുടെ പേരിൽ ഉണ്ടാവുന്ന അവഹേളനങ്ങളും അവമതിപ്പൊന്നും അദ്ദേഹം ഗൗനിച്ചിരുന്നില്ല. 91 അദ്ദേഹം തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയായി വരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ കോഴിക്കോട് സമ്മേളനത്തിൽ മറിച്ച് സംഭവിച്ചു. EK നായനാരും സെക്രട്ടറി ആവാനില്ല എന്ന് പറയുകയും പക്ഷേ പാർട്ടി സമ്മേളനം വന്നപ്പോൾ അദ്ദേഹം EK നായനാർ സെക്രട്ടറിയായി മാറുകയും ചെയ്തു. അങ്ങനെ പാർട്ടി അദ്ദേഹത്തെ അവമതിച്ചപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും തെറിവിക്കാൻ പോയിട്ടില്ല പാർട്ടിയോട്. പക്ഷേ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഹർകിഷൻ സിംഗ് സുർജിത്ത് ഇടപെട്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തു. അതിനുശേഷം 96 അദ്ദേഹത്തെ മാരാരിക്കുളത്ത് പരാജയപ്പെടുത്തി. ആ പരാജയത്തിന് പിന്നിൽ ആരാണെന്ന് വി എസിന് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു തരത്തിൽ പോലും അതിനെതിരെ പരസ്യമായി അദ്ദേഹം പ്രതികരിക്കാൻ പോയിട്ടില്ല. അന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വി എസിന്റെ പ്രതികരണം വളരെ കൃത്യമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി പരിശോധിക്കുമെന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഉള്ള റെസ്പെക്ട് എന്ന് പറയുന്നത് അന്ന് പുലർച്ചയ്ക്കാണ് ഈ ഫലം പ്രഖ്യാപിക്കുന്നത്. ആ പുലർച്ചയ്ക്ക് ഫലം പ്രഖ്യാപിക്കുന്നത് വരെ ആ മാരാരിക്കുളത്തെ ബൂത്തിൽ അദ്ദേഹം ഇരിക്കുകയും ആ ഫലം റിസൾട്ട് 1965 വോട്ടിലാണ് വി എസ് പരാജയപ്പെടുന്നത്. ആ വോട്ട് മുഴുവൻ എണ്ണിക്കഴിഞ്ഞ് തോറ്റു എന്ന് ഉറപ്പാക്കുന്നതിന് തൊട്ട് മുമ്പ് 2 നേതാക്കന്മാർ വി എസിനെ കാണാൻ വരുന്നുണ്ട്. ഒന്ന് VM സുധീരനാണ്, മറ്റൊന്ന് ആ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് പറയുന്നുണ്ട് പുറത്ത് പിള്ളേരുണ്ട്, അതിനു മുമ്പ് വി എസ് പോകണം. വി എസ് പോയിട്ടില്ല എന്ന് മാത്രമല്ല, വി എസ് പോയ ശേഷമാണ് ഫ്രാൻസിസ് തൻ്റെ ആഹ്ലാദ പ്രകടനം പോലും ആരംഭിക്കുന്നത്. അത്രമേൽ ആ നാട്ടുകാർക്ക് അത് പാർട്ടി വ്യത്യാസമില്ലാതെ വലിയ ബഹുമാനമുള്ള നേതാവായിരുന്നു. വി എസിൻ്റെ പരാജയം പാർട്ടി ഉൾക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, പുറത്തെ ജനങ്ങളോ കോൺഗ്രസ്സുകാരോ പോലും ഉൾക്കൊണ്ടിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾ നടന്നു എന്ന് പാർട്ടി തന്നെ പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ശക്തമായ നടപടിയെടുക്കുകയും ആ നടപടിയെടുത്ത് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. വി എസ് തന്നെ അക്കാര്യത്തിൽ വളരെ ശക്തമായ നീക്കങ്ങൾ പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സംഘടനയ്ക്കകത്ത് വി എസ് ആ കാലത്ത് വളരെ ശക്തനായിരുന്നു, കാർക്കശ്യക്കാരനായിരുന്നു. വി എസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി എന്ത് നീക്കമുണ്ടായാലും വി എസ് വളരെ ശക്തമായി അതിനെ നേരിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ വി എസ് മറ്റൊരു വി എസ് ആയിരുന്നു. അതെ, പ്രതിപക്ഷ നേതാവായിരിക്കും മാത്രമല്ല പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും വി എസ് ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ. നമുക്കറിയാം 80 അദ്ദേഹം വരുമ്പോഴാണ് ഈ ബദൽ രാഗ എന്ന് പറയുന്ന പ്രശ്നം വരുന്നത്. BJP രൂപീകരിക്കപ്പെടുകയും ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ BJP അങ്ങനെ മത്സരം തുടങ്ങുകയും ചെയ്യുമ്പോൾ ലീഗിനെ പോലൊരു പാർട്ടിയെ കൂടെ കൂട്ടേണ്ടതില്ല എന്ന് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചപ്പോൾ അഖിലേന്ത്യാ ലീഗ് ഒഴിഞ്ഞു പോകുന്നു. അപ്പോഴാണ് ബദൽ രേഖ എന്ന് പറയുന്ന ആശയവുമായി MV രാഘവനും സംഘവും വരുന്നത്. ഈ MV രാഘവന്റെ ബദൽ രേഖയ്ക്ക് പാർട്ടിയിൽ പലയിടത്തും സ്വീകാര്യത കിട്ടിയപ്പോൾ ആ ഘട്ടത്തിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് ഈ VS എന്ന് പറയുന്ന ആ കാർക്കശ്യക്കാരനായ പാർട്ടി സെക്രട്ടറിയുടെ ഒറ്റ നിലപാട് കൊണ്ട് മാത്രമാണ്. പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് VS പരാജയപ്പെടുമെന്ന് തോന്നിയിട്ട് പോലും ചില നിലപാടുകൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസുമായുള്ള സഖ്യത്തിന്റെ കാര്യത്തിലാണ്. കേന്ദ്ര കമ്മിറ്റിയിലെ കോൺഗ്രസുമായുള്ള സഖ്യം ഉണ്ടാക്കാനുള്ള തീരുമാനത്തെ VS എന്ന് വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി CPIM സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനത്തെ ശക്തമായി എതിർക്കുകയും ആ നിലപാട് പിന്നീട് കേന്ദ്ര കമ്മിറ്റി തള്ളി സഹകരണം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനവുമായി കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടിന് വേണ്ടി അദ്ദേഹം പോരാടുകയും ചെയ്തു. പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടി മാധവ് ഗാഡ്ഗിലിനെയും കസ്തൂരിരംഗനെയും ആ റിപ്പോർട്ടുകളെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ അംഗീകരിച്ച നേതാവായിരുന്നു VS എന്ന് പറയുന്നത്. അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല വിഷയങ്ങളും പാർട്ടി വിഴുങ്ങിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഐസ്ക്രീം പെൺവാണിഭ കേസ് ഒരു ഘട്ടത്തിൽ CPI ഉപേക്ഷിച്ചു. പക്ഷേ VS ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ പല കേസുകളിലും അത് സ്ത്രീപക്ഷ നിലപാടിലും പരിസ്ഥിതി നിലപാടിലും മനുഷ്യപക്ഷ നിലപാടിലും ഒക്കെ VSൻ്റെതായ ഒരു ശരിയുണ്ടായിരുന്നു. അത് പാർട്ടിയുടെ ശരിയാണ്. ആ ശരിയെ മറ്റുള്ളവർ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് VS നോക്കിയിട്ടില്ല. ആ ശരിക്കൊപ്പം നിൽക്കാൻ, ആ ശരിക്കൊപ്പം സഞ്ചരിക്കാൻ VS ഇഷ്ടപ്പെട്ടിരുന്നു. അത് അങ്ങേയറ്റം അതിന്റെ അവസാന ഘട്ടം വരെ VS ആ ശരിക്കൊപ്പം നിലകൊണ്ടിരുന്നു. ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. എത്ര ആൾക്കൂട്ടമാണ്, വലിയ ആൾക്കൂട്ടമാണ്. ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അഞ്ചാമത്തെ സ്ഥലമാണ് അഞ്ചാമത്തെ ഇടമാണ്. വലിയൊരു ആൾക്കൂട്ടമാണ് ഈ പൊങ്ങുമൂട് ജംഗ്ഷനിൽ. തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ കേശവദാസപുരത്ത് കണ്ടത്, നമ്മൾ എങ്ങനെയാണോ പട്ടത്തും അതുപോലെ തന്നെ വരുന്ന വഴികളിലെല്ലാം കണ്ടത്, അതുപോലെ തന്നെയുള്ള ഒരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ കോങ്ങമൂടും കാണാൻ വേണ്ടി പോകുന്നത്. ഇനി വരുന്ന എല്ലാ ചെറു പട്ടണങ്ങളിലും ഇതേ ആൾക്കൂട്ടം ഉണ്ടാവും എന്നുള്ളത് തെളിവാണ് ഈ കഴിഞ്ഞു വന്ന ഓരോ നഗരങ്ങളും ചെറു പട്ടണങ്ങളും ഒക്കെ. നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ, അതായത് എന്താണ് ചേട്ടാ VS-ന് നിങ്ങളോടൊക്കെ ഓർമ്മ? VS-ന് വേണ്ടി പഴയ എല്ലാ നല്ല ഓർമ്മകളാണ് നമുക്കുള്ളത്. കാരണം അദ്ദേഹമാണ് ഏറ്റവും നല്ല അഴിമതി രഹിത ഭരണം എല്ലാം നടത്തിയത്.
അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ എല്ലാ സമര നേതാവിന് അഭിവാദ്യങ്ങൾ. VS എങ്ങനെയാണ് നിങ്ങളെ ഓർക്കുന്നത്? നിങ്ങളെ മറക്കാൻ കഴിയാത്തൊരു വേദനാജനകം, ഭയങ്കര സങ്കടമുണ്ട്. ഓരോ ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവും വളരെ സങ്കടമുണ്ട്, നമ്മുടെയൊക്കെ ജനനേതാവാണെന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. ഹൃദയത്തിൽ നിന്നാണ് ഓരോരുത്തരും VSനെ കുറിച്ച് പറയുന്നത്. 2 വാക്ക് പറയുകയാണെങ്കിൽ പോലും അത് ഹൃദയത്തിൽ നിന്നാണ്. ഇനിയും ഒരുപാട് പേരുണ്ട്. ഏതായാലും VS അത്ര ആഴത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു നേതാവായി VS മാറിയിരിക്കുന്നു. നോക്കൂ, ഒരുപാട് ജനങ്ങൾ കണ്ണേ കരളെ VS മുദ്രാവാക്യം ഇവിടെയും മുഴങ്ങുകയാണ്. അർജുൻ, കേരളത്തിന്റെ ആകെ ശബ്ദമായി കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മാറുകയാണ്. കേരളത്തിന്റെ ആകെ ശബ്ദമായി കണ്ണേ കരളെ മുദ്രാവാക്യം മാറുന്നതാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ